അപ്പോൾ വെന്റിലേറ്റർ ഇവരെ റിജക്റ്റ് ചെയ്യുന്നു. വെന്റിലേറ്ററിലാണല്ലോ അവസാന അഭയം, കൃത്രിമ ശ്വാസം കൊടുക്കണം. വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള അപ്പോഴും ജെസ്സി അഗസ്റ്റിന് തോന്നി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഉടനെ അവരോട് ചോദിച്ച്, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഉടമ്പടിയുടെ റേഞ്ച് പോണ പോക്ക് കണ്ടില്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കർത്താവിനെ കൈമാറാൻ തയ്യാറായാൽ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടത്തുള്ളൂ. തിരഞ്ഞെടുത്താൽ പിന്നെ അത് നിത്യമായ തിരഞ്ഞെടുപ്പായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ നിന്നെ ലോകത്തിന് കൈമാറാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താതെ പൊതുപൗരോഹിത്യത്തിലേക്ക് എന്നെ പുതു അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും ആത്മാവിനാലരീലവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. എന്തൊരു മനോഹരമാണ് ഈ ഗാനം. ലോകമാകും ബാബിലോണിൻ പുഴയോരത്ത്, മിഴിനീരിൻ പുഴയോരത്ത്. ഈ ലോകത്തിലെ, അതായത് ദൈവത്തെ അറിയാത്ത ഈ ലോകത്ത്, ബാബിലോൺ അതാണല്ലോ, ദൈവത്തെ അറിയാത്ത ഈ ലോകത്ത് നമ്മുടെ ദുഃഖങ്ങളുടെയും കണ്ണുനീരിൻ്റെയും പുഴയോരത്ത് ഇരുന്നു കൊണ്ട്, കർത്താവേ ഞാൻ നിന്റെ സ്തുതി പാടുവെന്ന് കൈ ഇടിച്ച് കർത്താവ് ചുടലിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. ഇനി ഉടമ്പടിയുടെ ഒരു പുതിയ ലോകമാണ് വരണത്. ഇത്രയും നാൾ നമ്മൾ ചെയ്ത ഉടമ്പടിയല്ല ഇനി വരാൻ പോണത്. ഇനി വരാൻ പോകുന്നത് പൊതുപൗരോഹിത്യത്തിൻ്റെ ഒരു കാലമാണ്. പൊതുപൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ജെസ്സി അഗസ്റ്റിൻ നിർവഹിക്കുന്നത് പൊതുപൗരോഹിത്യമാണ്. അതായത് ഈ വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്ന കുഞ്ഞിനെ ഡോക്ടർമാർ പോലും ചിലപ്പോൾ അതിനെ മരിക്കാൻ വിട്ടേക്കും. ഡോക്ടർമാർ പോലും. കാര്യം എന്താ? കാർബൺ ഡയോക്സൈഡ് 120%. എന്നിട്ട് ഇവർ പറയും, ഇവർ ഉടമ്പടി തൈലം പൂശിയിട്ട് ജെസ്സി അഗസ്റ്റിൻ ഈ കുഞ്ഞിൻ്റെ നെറ്റിയിലും നെഞ്ചിലും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം ഉച്ചക്ക് അവരോട് പറയും, ഉച്ചക്ക് ഇതിൻ്റെ കാർബൺ, അതിന് പ്രത്യേക ടെക്നിക്കൽ ടൈമാണ് പറയുന്നത്, ഇതിൻ്റെ കാർബൺ ഒന്ന് പരിശോധിക്കണമെന്ന് അവരോട് പറയും. ABG പരിശോധിക്കാൻ പറയും. ABG പരിശോധിക്കാൻ പറയുമ്പോൾ അത് 65% കുറയും. പിന്നെയും ഇവർ പ്രാർത്ഥിക്കും. അപ്പോഴേ ഉടമ്പടി തൈലം പൂശി വീണ്ടും പ്രാർത്ഥിക്കും. അപ്പോഴേ വീണ്ടും അത് 39% കോമൺ ആയിട്ട് മാറും സാധാരണ മനുഷ്യർക്ക്. പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. അതായത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നെ നമ്മൾക്ക് ഈ വിശ്വാസം നൽകിയപ്പോഴേ അവൻ അതിൻ്റെ കൂടെ നിനക്ക് തന്നിരിക്കണുണ്ട് കോമൺ പ്രീസ്റ്റ്ഹുഡ്. കോമൺ പ്രീസ്റ്റ്ഹുഡ് വെച്ചാൽ ഞാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ കർത്താവിനെ കൈമാറാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന ബോധ്യത്തിൽ നീ കർത്താവിൻ്റെ മിഷൻ ഏറ്റെടുത്താൽ കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കും. അപ്പോഴെന്ത് ചെയ്യും? നീ ഫലം പുറപ്പെടുവിക്കപ്പെടും.
നമുക്കറിയാമല്ലോ. ഇപ്പം നമുക്ക് 1-10 വായിച്ച ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 5:9 വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒന്ന് പറഞ്ഞേ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. വായിച്ചോളൂ. 2 പത്രോസ് 9, 5-9. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 പത്രോസ് 9:2-9 ശ്രുതികട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 2:9 എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും തെരഞ്ഞെടുപ്പ് തന്നെ കണ്ട. എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കിയേ എന്ന് പറഞ്ഞ. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അപ്പോൾ അവർ വിരുന്നുകാരല്ല, ദൈവത്തിൻ്റെ വീട്ടുകാരാണ്, സ്വന്തപ്പെട്ടവരല്ലേ. ഈ സ്വന്തപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങളാണെന്ന് എപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. മനസ്സിലായ? അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ഇന്നലെ ഒരു വെളിപാടുണ്ടായി. വാട്ട് ഈസ് ഹോളിനെസ്, എന്താണ് സാങ്ക്ടിറ്റി, എന്താണ് വിശുദ്ധി. അപ്പോൾ ഇന്നലെ ടോക്ക് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞത് വിശുദ്ധി എന്ന് പറയണത് പാപത്തിന് പരിഹാരം ചെയ്ത ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ടുള്ള ഐക്യദാർഢ്യമാണ് വിശുദ്ധി എന്ന് കൈയിട്ടിച്ച് കർത്താവിനെ പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് നീ വിശ്വസിക്കുകയും പാപത്തെ നീ ഒഴിവാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാകും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരുമെന്നാണ് കർത്താവിൻ്റെ വചനം വിശ്വാസി വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോമ 1:6 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അതായത് മനുഷ്യന് ഒറ്റ വിളിയേ ഉള്ളൂ. നമ്മളെ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ കോൾ ആൻഡ് സെലക്ഷൻ അല്ലേ. വിളിയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയണത്. പക്ഷേ വിളിയെന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാനുള്ള വിളിയാണ്. അല്ലാതെ മീൻകാരൻ വിളിക്കണ പോലെ അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വിളിക്കണ പോലെ ഫോണിൽ വിളിക്കണ പോലെ അല്ല. ഇതൊരു കോൾ ടു ഇൻറ്റിമസിയാണ്. അതായത് കോൾ ടു ഓൺനെസ് ആണ്. അതായത് യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ പ്രാർത്ഥിക്കുക. കർത്താവേ വിശ്വാസത്തിൽ അങ്ങയുടെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തില് പാപത്തെ വെറുത്ത് മറ്റു മനുഷ്യരിലെ വിശുദ്ധിക്ക് വേണ്ടി അങ്ങയുടെ നാമത്തെ കൈമാറാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കി നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ സ്വന്തമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, നന്ദി, യേശുവേ നന്ദി, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹ
പത്രോസിൻ്റെ 2:9 നമ്മൾ വായിച്ചതാണ്. വിളി എന്താണ്? യേശുക്രിസ്തുവിനെ സ്വന്തമാകാൻ വിളിയാണ്. ആ വിളിയിലൂടെ എന്താണ്? റോമ 1:6 അനുസരിച്ച് സ്വന്തമാകാൻ വിളിയാണ്. പക്ഷേ 1 പത്രോസ് 2:9 അനുസരിച്ച് കൊണ്ട് രാജകീയ പൗരോഹിത്യത്തിലേക്കുള്ള വിളിയാണ്. നമ്മളെ വിശ്വാസം സ്വീകരിക്കുന്നവർ കൂടി ക്രിസ്തുവിനെ സ്വന്തമാകുകയും ക്രിസ്തുവിനെ ലോകത്ത് കൈമാറാൻ വേണ്ടി പൗരോഹിത്യ അഭിഷേകം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡാണ്, ശുശ്രൂഷ പൗരോഹിത്യം. നിങ്ങൾക്ക് എന്താ? പൊതു പൗരോഹിത്യമാണ്. അപ്പോൾ ഈ പൊതു പൗരോഹിത്യം ആക്ടിവേറ്റ് ആകണം എപ്പോഴാണ്? ഇപ്പം ജെസ്സി, ഞാൻ എന്തോ ഇത് പറയാൻ കാര്യം, ആ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ സാക്ഷ്യങ്ങളാണ് ജെസ്സി അഗസ്റ്റിനില്ലേ, അത് പൊതു പൗരോഹിത്യം അവർ ചെയ്തിരിക്കണത്. കാര്യം അവരതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു. അവരെ ക്രിസ്തുവിനെ കൊടുക്കാനൊരു പഴുത് കണ്ടാൽ വിശ്വാസത്തോടെ അവർ കൊടുക്കാൻ തയ്യാറാകുന്നു. അത് ഏത് രാജ്യത്തായാലും ശരി, ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും ശരി, വർദ്ധിച്ച ആധ്യാത്മിക അഭിഷേകത്തോടു കൂടി അവർ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തു അതിന് ഉത്തരം കൊടുക്കുകയും താൻ ജീവിക്കുന്നതിന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് അതുങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. കൈയിട്ടിച്ച് കർത്താൻ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. പൊതു പൗരോഹിത്യത്തെ കുറിച്ച് ഇനി സംസാരിക്കുന്നത് വചന അവസാനം വരെ സംസാരിക്കുന്നുണ്ടേ. അൽമയർക്കുള്ള വിശ്വാസികൾക്കുള്ള പൊതു പൗരോഹിത്യ ശുശ്രൂഷ ഉടമ്പടി ഏറ്റവും ശക്തമായ രീതിയിൽ ലോകത്തിലെ ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 1:6 വായിച്ചോളൂ. ശ്രുതികട്ടെ. വെളിപാട് 1:6 നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്ത ദൈവത്തിന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബൈ ഫെയ്ത്ത് വി ആർ ഓൾ പ്രീസ്റ്റ്സ്. മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നമുക്ക് പങ്കാളിയായി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിൻ്റെ പരിചാരകരായി മാറുകയും സുവിശേഷത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ സുവിശേഷ ശുശ്രൂഷകളിലൂടെ ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി ഒരു അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരും സ്വന്തം ശിരസിൽ കൈവച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രുതികട്ടെ. നാമത്തിന് സ്വന്തം ചെയ്യും. അങ്ങനെ ജനത്തിന് പോലെ ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എവിടെയെല്ലാം അങ്ങേ കണ്ടുമുട്ടുവാനും കൊടുക്കുവാനും കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കുവാനും ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലത് കരത്താൽ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. സത്യബന്ധങ്ങളിലും മാംസപേശികളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവെ വിശ്വാസത്തിൻ്റെ ശക്തി ഇറങ്ങി വസിക്കുകയും ലോകത്തെ ക്രിസ്തുവിൻ്റെ അടയാളമായി കൂദാശയായി മാറിക്കൊണ്ട് കർത്താവ് അറിയാത്തത് അറിയിക്കുകയും ക്രിസ്തുവിനെ അറിയിക്കുക അറിഞ്ഞൊരു ആഴപ്പെടുത്തുകയും ചെയ്യാൻ ഉടമ്പടിയുടെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ് എല്ലാ മക്കളെയും ക്രിസ്തുവിൻ്റെ നാമത്തിന് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ 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 ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ
വരിക 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 ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. Praise the Lord. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവിന് നിയോഗം പോലെ കർത്താവിന് കൈമാറ്റ. നിങ്ങൾക്കറിയാവില്ല 3:15 അറിയാവോ? അത് എനിക്ക് എപ്പോഴും 3:15 കുറിച്ച് എപ്പോഴും എനിക്ക് അതായത് കർത്താവ് അപ്പോസ്തലന്മാരെ 12 പേരെ വിടും. 12 പേരെ വിടുമ്പോഴെന്തിനാണ്? ദുഷ്ടാരൂപികളെ പുറത്താക്കാൻ, മറ്റുള്ളവരെ അധികാരപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് പൗരോഹിതന്മാർക്കുണ്ടായിരുന്ന കർത്താവ് അപ്പോസ്തലന്മാർക്കുണ്ട അധികാരത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നുണ്ട്. ശരിക്കും തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ വേണ്ടി സമൂഹത്തെ ഒരുക്കി സമൂഹ നന്മയുടെയും ദൈവഭയത്തിൻ്റെയും ഭക്തിയുടെയും സുവിശേഷ ജീവിതത്തിൻ്റെയും ഒരു വലിയ സമൂഹമായി ഇതിനെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ പ്രഥമ പ്രവർത്തനമായിട്ടാണ് 3:15 വർക്കൗട്ട് ചെയ്യണത്. മർക്കോസ് 3:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പിശാചുകളെ ബഹിഷ്കരിക്കാൻ പിശാചിനെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അധികാരം നൽകുന്നു എന്നാ പറയണത്. അധികാരം നൽകാൻ അപ്പോസ്തലന്മാരെ നിയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുക്കുക മാത്രമല്ല, അവർക്ക് അധികാരം നൽകാൻ. ആരാണ് വിശ്വാസത്തിലേക്ക് വിശുദ്ധി ജീവിക്കുന്നത് അവർക്കൊക്കെ സമൂഹത്തിൽ കർത്താവിനെ കൊടുക്കാൻ, തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം നൽകാൻ വേണ്ടി അപ്പോസ്തലന്മാരെ ഈശോ നിയമിച്ച് അയക്കുന്ന സന്ദേശമാണ്. അതുവഴിയാണ് ഈ കോമൺ പൗരോഹിത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുവഴി നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ കോമൺ ഹോസ്പിറ്റലിൽ പോയി പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന് ഈസിയായിട്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടെയൊക്കെ ക്രിസ്തുവിനെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് വെച്ചാൽ മതം മാറ്റുക, ന്യായസ്ഥാനപ്പെടുത്തുക എന്നൊന്നല്ല അർത്ഥം. കൃപാസന ഈസ് നോട്ട് ഫോർ ദാറ്റ്. പക്ഷേ അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം അത് ലോകത്തിൻ്റെ അവകാശമാണ്. അവകാശം അർഹതപ്പെട്ടവർ കൊടുക്കാൻ അതിൻ്റെ അധികാരമുള്ളവർക്ക് ബാധ്യസ്ഥരാണ്. ആ അധികാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഉപയോഗിക്കുന്നത്. കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവദുരിതങ്ങൾക്കെതിരെ ഉള്ള പ്രാർത്ഥന, ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോഴൊക്കെ ഇത് ഷെയർ ചെയ്യണം ഈ സന്ദേശം. കാര്യം ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണെന്നുള്ള ബോധ്യം കൊണ്ടാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്.
3 പേരായി നിൽക്കുക. പുരുഷന്മാർ, സ്ത്രീകൾ മൂന്ന് പേരായി നിന്ന് പരസ്പരം കൈകോർത്ത് നിൽക്കുക. നിങ്ങളെ ശക്തീകരിക്കുകയും ആ ശക്തിയിൽ ലോകത്തിലെ പൊതു പൗരോഹിത്യ ക്രമപ്രകാരം ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് കൈമാറാൻ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്ന സമയം കൂടിയാണ്. മൂന്ന് പേര് പരസ്പരം കൈകൾ വിടർത്തി വെക്കുക. അച്ഛൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ വെക്കുക. ഇതിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പൂശപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്തുതിക്കട്ടെ. കർത്താവേ, ഈ വിശുദ്ധ രക്തം, അങ്ങയുടെ വിശുദ്ധ രക്തം അങ്ങയുടെ കൈകളിലേക്ക്, മക്കളുടെ കൈകളിലേക്ക് അങ്ങ് പൂശണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൈകൾ ആരുടെ മേൽ വെച്ചാലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അവിടെ കൈകൾ വിടർത്തിക്കൊണ്ടിരിക്കട്ടെ, വിടർത്തി വെച്ചതിന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ ആണിപ്പഴുതുകളുടെ രക്തം, നിന്റെ തിരുവിലാവിൻ്റെ രക്തം, നിന്റെ മുൾക്കിടത്ത് നൽകുന്ന രക്തം, ലോകത്തെ പാപത്തിന് മോചിപ്പിച്ച രക്തം, രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയ രക്തം, ലോകത്തെ ആത്മാവിൽ വീണ്ടെടുത്ത രക്തം, രക്ഷയുടെ രക്തം ഇപ്പോഴും കൈകളിലേക്ക് വീഴട്ടെ. യേശു ക്രിസ്തു രക്തത്താൽ ഈ മക്കളുടെ കൈകൾ കുതിരട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ കൈകൾ അഭിഷിക്തമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൈകൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലേക്ക് വെക്കുക. ഈ കൈകൾ പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലേക്ക് വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ജനതകളുടെ വിശുദ്ധിക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കൈമാറാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ വേണ്ടി പരിശുദ്ധാത്മാവിനെ ദൈവിക ശക്തി ലഭിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി. മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. മക്കളെ ഭാഷാവർത്ത് ശ്രുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിലും ലോകവ്യാപകമായി ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അത്ഭുതമാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമേ. ആണിപ്പെടുതാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും, പേശികളിലും, അസ്ഥികളിലും, അസ്ഥിക്കുഴകളിലും, ശരീരകോശങ്ങളിലും, ഞരമ്പുകളിലും, ആന്തരിക അവയവങ്ങളിലും, കരളിലും, കിഡ്നികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ അടിപ്പെടുന്ന വൈദാഘാതം പോലെ ദൈവിക ശക്തി ഉറയട്ടെ. വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, കഫരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് വാൽവിൻ്റെ അസുഖങ്ങൾ, ഞരമ്പുകൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ,
ആന്തരിക അവയവങ്ങൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, അസ്ഥിക്കുറകൾ, ഞരമ്പുകൾ ലഭിക്കുന്ന അവസ്ഥകൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥിപോക്കുകൾ, രക്തസ്രാവങ്ങൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, മൂക്കിന് ദശ വളർന്നവർ, വയലിൽ സിസ്റ്റ് വളരുന്നവർ, ശരീരത്തിൽ സിസ്റ്റ് വളരുന്നവർ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. കൈകളെടുക്കരുത്, കൈകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ സമയമാണ്. അച്ഛൻ പറയണേ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലും കൃപാസനം പത്രമുണ്ട്, കൃപാസന ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ വേറെ ആൾക്ക് അത് കൊടുത്തുവിടാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടെ ശരീരം തേച്ച് പ്രാർത്ഥിക്കാം, അവിടെ ഇടങ്ങളിൽ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാം. അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പൊതു പൗരോഹിത്യത്തിൻ്റെ ശക്തി അഭിഷേകം ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമം. ഈ ധ്യാനം കൂടുന്ന ആരെല്ലാം ഉണ്ട്? 3 ലക്ഷം മനുഷ്യർ ധ്യാനം കൂടുന്നവർ, പൊതു പൗരോഹിത്യത്തെ കർത്താവിൻ്റെ വിശേഷത്തിൻ്റെ വേലക്കാരായി ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളും എപ്പോൾ കൂടിയാലും എന്ന് കൂടിയാലും അവരെല്ലാം ആ സമയത്ത് പൊതു പൗരോഹിത്യ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പകർച്ചക്കാരായി മാറാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സുവിശേഷത്തിന്റെ സാക്ഷിയായി മാറാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. എൻ്റെ മക്കളെ, ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം കൈ എടുക്കരുത്. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. ചിലപ്പോൾ ജോലിയാകാം, വിവാഹമാകാം, വസ്തുക്കൾ വിൽക്കുന്നതാകാം, അല്ലെങ്കിൽ രോഗമാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നിരാശപ്പെടുന്ന വിഷയമാകാം. അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവികമായ ശാസന പ്രാർത്ഥന ചൊല്ലുകയാണ്. നിങ്ങൾ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അല്ലാത്തൊരു ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഉടമ്പടി എടുത്തു പോയ ഈ കാലഘട്ടങ്ങളിൽ ഉടമ്പടി എടുത്തു പോയ മുഴുവൻ മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ യാത്രയെ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ആരാധന ശക്തിയാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന മുഴുവൻ തിന്മകൾ, പൈശാചിക സ്വാധീനങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ അമ്മ മാതാവിൻ്റെ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ,
മഹത്വം മഹത്വം